നിമിഷം ആരംഭിക്കുകയാണ് ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം. മരണം 22ആയി. കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് ബോട്ട് സർവീസ് നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ച്. അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ കയറ്റി. ആവശ്യത്തിന് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ലെന്നും വിമർശനം. ബോട്ടുടമ നാസറിനെതിരെ നരഹത്യയ്ക്ക് കേസ്. നാസറിന്റെ വാഹനവുമായി സഹോദരനും സുഹൃത്തും കൊച്ചിയിൽ പിടിയിൽ. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. AI ക്യാമറ ഇടപാട് അന്വേഷിക്കുന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സ്ഥാനചലനം. മുഹമ്മദ് ഹനീഷിനെ മാറ്റിയത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലേക്ക്. സുമൻ ബില്ലയ്ക്ക് പകരം ചുമതല. കർണാടകയിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കി. കൊട്ടിക്കലാശം ആവേശത്തിലാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കോൺഗ്രസ് റാലികളിൽ രാഹുലും പ്രിയങ്കയും. വ്യോമസേനയുടെ MiG-21 വിമാനം തകർന്ന് 2 പേർ കൊല്ലപ്പെട്ടു. വിമാനം തകർന്നു വീണത് രാജസ്ഥാനിലെ ഹനുമാൻ ഘാട്ടിൽ. കൊല്ലപ്പെട്ടത് ഗ്രാമവാസികൾ. ഒരാൾക്ക് പരിക്ക്. പൈലറ്റുമാർ സുരക്ഷിതരെന്ന് സൈന്യം. IPL-ൽ ഇന്ന് കൊൽക്കത്ത പഞ്ചാബ് പോരാട്ടം. പ്ലേ ഓഫിലെത്താൻ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. മത്സരം വൈകിട്ട് 7:30 ഈഡൻ ഗാർഡൻസിൽ.